ദൃഷ്ടി നിയന്ത്രിക്കാൻ സാധിക്കാത്ത ആളുകൾ, കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റാത്ത ആളുകൾ, പ്രത്യേകിച്ച് ഇക്കാലത്ത് പറ്റൂലല്ലോ, പുറത്തിറങ്ങാൻ പറ്റൂല, എവിടെ പോയാലും കണ്ണ് വ്യഭിചരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു മലീമസമായ ചുറ്റുപാടാണ് വർത്തമാനകാലത്ത് എന്നൊക്കെ പറഞ്ഞ് കണ്ണിനെ അങ്ങനെ സ്വതന്ത്രമായി കയറൂരി വിടുന്ന വർഗം. ഫമല്ലം യഖ്ദിർ അലാ വല്ലി ബസരിഹി, ദൃഷ്ടി നിയന്ത്രിക്കാൻ സാധിക്കാത്ത ആളുകൾ, ലം യഖ്ദിർ അലാ ഹിഫ്ളി ഫർജിഹി, അത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ജനനേന്ദ്രിയങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ല, മുൻകാല സമൂഹങ്ങളിൽ കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരും നോട്ടം നിയന്ത്രിക്കാൻ അവരുടെ സമൂഹത്തോട് പറഞ്ഞിരുന്നു. ഇത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത മാത്രമല്ല, ഖുർആനിന്റെ അധ്യാപനം മാത്രമല്ല, മുൻകാല ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട സകല പ്രവാചകന്മാരും അത് പറഞ്ഞിരുന്നു. തഫ്സീറിൽ കാണാം, ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം, വഇന്നമാ ജാഅത്തിൽ ഫിത്നതു ലിദാവൂദ അലൈഹിസ്സലാം മിൻ ഖിബലിൻ നളറതി, ദാവൂദ് നബി അലൈഹിസ്സലാം വല്ലാതെ പരീക്ഷിക്കപ്പെട്ടു ജീവിതത്തിൽ. ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഒരു ഫിത്ന വന്ന് ഭവിച്ചു. എന്തേ ഫിത്നയുടെ കാരണമെന്നറിയോ? മിൻ ഖിബലിൻ നളറതി, ഒരു നോട്ടം ഒരിക്കൽ നോക്കിപ്പോയി. പ്രവാചകന്മാരാണ്, അവരെ അള്ളാഹു സംരക്ഷിക്കും. പക്ഷേ ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഒരിക്കൽ ഒരു നോട്ടമുണ്ടായി. ആ നോട്ടത്തിലൂടെ അള്ളാഹു കനത്ത പരീക്ഷണം നൽകി. ആ ഫിത്നയിൽ അകപ്പെട്ട് പാഠം പഠിച്ച ദാവൂദ് നബി അലൈഹിസ്സലാം, വലിദാലിക ഖാല അലൈഹിസ്സലാം ലിബ്നിഹി, ഒരു നോട്ടം വരുത്തി വെച്ച വിന, നോട്ടത്തിലൂടെ അകപ്പെട്ട നാശം, ദുരന്തം അതനുഭവിച്ച ദാവൂദ് നബി അലൈഹിസ്സലാം തന്റെ പുത്രനെ വിളിച്ചു പറഞ്ഞു, യാ ബുനയ്യ, കുഞ്ഞുമോനെ. മകനെ വിളിച്ച് ഉപദേശിച്ചത് തഫ്സീറുകളിൽ കാണാം. യാ ബുനയ്യ ഇംശി ഖൽഫൽ അസദി വൽ അസ്വദ് വലാ തംശി ഖൽഫൽ മർആ. ദാവൂദ് നബി അലൈഹിസ്സലാം മോനെ വിളിച്ച് ഉപദേശിച്ചത് എന്താ അറിയോ? യാ ബുനയ്യ, കുഞ്ഞു മോനെ, ഇംശി ഖൽഫൽ അസദി വൽ അസ്വദി, വേണമെങ്കിൽ നീ സിംഹത്തിന്റെ പിറകെ നടന്നോ, കുഴപ്പമില്ല. ഏറിപ്പോയാൽ ആ സിംഹം നിന്നെ പിടിച്ചു തിന്നും, നിന്നെ കീറിപ്പറിക്കും, ഈ ലോകത്ത് നീ മരിച്ചു പോകും, നാശം പറ്റും. പക്ഷെ അത് നിന്റെ സർവനാശമല്ല, പാരത്രിക നാശമല്ല. മോനെ, ഇംശി ഖൽഫൽ അസദി, വേണമെങ്കിൽ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സിംഹത്തിന്റെ പിറകെ നീ നടന്നോ, വൽ അസ്വദി, കറുത്ത ആളുകളുടെ പിറകെയും നടന്നോ. എന്നാലും വലാ തംശി ഖൽഫൽ മർആ, ഒരിക്കലും സുന്ദരിമാരായ സ്ത്രീകളുടെ പിറകിൽ, സുന്ദരികളായ സ്ത്രീകളുടെ പിറകിൽ മോനെ നീ നടക്കരുത്. അതുകൊണ്ടുണ്ടാകാവുന്ന ദുരന്തം നിന്റെ ഇരുലോക ജീവിതത്തെയും തകർത്ത് കളയും. അതുകൊണ്ടുണ്ടാകുന്ന നാശം ദുനിയാവിലെ ജീവിതത്തെ മാത്രമല്ല, ഉഖറവിയായ ശാശ്വതമായ ജീവിതത്തെ പോലും നശിപ്പിച്ചു കളയാൻ ആ പെണ്ണിന്റെ പിറകിലുള്ള നടത്തം കാരണമാകും മോനെ. അതുകൊണ്ട് വലാ തംശി ഖൽഫൽ മർആ, നിന്റെ കണ്ണിനെ നീ കയറൂരി വിടരുത് എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ഉപദേശിച്ചു. ഖീല യഹ്യ അലൈഹിസ്സലാം, ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രവാചകനാണല്ലോ യഹ്യ നബി അലൈഹിസ്സലാം. യഹ്യ നബി ചോദിക്കപ്പെട്ടു. അക്കാലത്തെ വിശ്വാസികൾ ആ പ്രവാചകന്റെ സന്നിധിയിൽ ചെന്ന് ചോദിച്ചു, മാ ബദ്ഉസ്സിന, അല്ലയോ നബിയായിട്ടുള്ളവരെ, വ്യഭിചാരത്തിന്റെ സ്റ്റാർട്ടിങ് എന്താണ്, അതിന്റെ തുടക്കം എങ്ങനെയാണ്? ഫഖാല അന്നദറു വത്തമന്നി, അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആദ്യം നോട്ടമാണ്. അന്നദറു നോട്ടമാണ്, വത്തമന്നി നോട്ടത്തിന്റെ പിറകിൽ ആശയും. ഇത് രണ്ടും മേളിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതാണ് വ്യഭിചാരം. ഇങ്ങനെ എല്ലാ നബിമാരും. ഖാല ഈസാ അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞല്ലോ, ഇയ്യാകും വന്നദറത, നിങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളുക,
നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളെ കാക്കണം. വന്നളിറത്ത, വിലക്കപ്പെട്ട ഭാഗത്തേക്കുള്ള നിങ്ങളുടെ നോട്ടം, സുന്ദരികളിലേക്കുള്ള നിങ്ങളുടെ നോട്ടം, അന്യരായ സ്ത്രീകളിലേക്കുള്ള നിങ്ങളുടെ നോട്ടം നിങ്ങൾ സൂക്ഷിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫഇന്നഹാ തസ്റഉ ഫിൽ ഖൽബി ശഹ്വതൻ, ആ നോട്ടം നിങ്ങളുടെ ഹൃദയത്തിൽ, ആ നോട്ടം നിങ്ങളുടെ ഖൽബിൽ കൃഷി ചെയ്യും. ശഹ്വതൻ, ശഹ്വത്തിനെ വളർത്തും. ആ നോട്ടം നിങ്ങളുടെ ഹൃദയത്തിൽ കാമവികാരത്തെ വളർത്തും. വകഫാ ബിഹാ ഫിത്ന, നിങ്ങളുടെ ഹൃദയഭൂമിയിൽ, ഖൽബാകുന്ന ഭൂമിയിൽ കാമത്തിന്റെ പടുവൃക്ഷങ്ങൾ വളർന്നാൽ, കാമത്തിന്റെ വലിയ വലിയ സസ്യങ്ങൾ വളർന്നാൽ, വകഫാ ബിഹാ ഫിത്ന, നിങ്ങൾ ഫിത്നയിൽ അകപ്പെടാൻ നിങ്ങൾക്കതു മതിയാകും. അതുകൊണ്ട് ഈയാക്കും വന്നളിറത്ത, നിങ്ങൾ നോട്ടം സൂക്ഷിക്കണമെന്ന് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉപദേശമൊക്കെ ഇന്ന് നമുക്കാണ് പാഠം. കാരണം ഈസാ നബി അലൈഹിസ്സലാം നമ്മുടെ പ്രവാചകനാണ്, നമ്മളാളാണ്. ഇന്നിപ്പോ ദുഃഖ വെള്ളിയാഴ്ചയാണല്ലോ, പലരും ദുഃഖിച്ചിരിക്കുകയാണ് വീട്ടില്. ഇനി വൈകുന്നേരമായ യേശുവിന്റെ ശവം കൊണ്ടുവരും. ഇതൊക്കെ നമുക്ക് കാണാം. നമ്മളൊരു സമൂഹത്തെ, ഒരു മതവിഭാഗത്തെ നമ്മള് പരിധി വിട്ട് ചീത്ത പറയുകയോ വിമർശിക്കുകയോ ചെയ്യരുത്. പക്ഷേ താത്വികമായി നമുക്ക് ചോദ്യം ചെയ്യാം. ഖുർആൻ ചോദ്യം ചെയ്ത മേഖലകളിലൂടെയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കടന്നു ചെല്ലാൻ ഒരു പ്രശ്നമില്ല. ഇത് അബദ്ധമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മേലിൽ, അവരുടെ മാതാവായ മറിയം ബീവിയുടെ മേലിൽ ഈ ജനം കുഫർ ആരോപിച്ചിരിക്കുന്നു, സത്യനിഷേധം ആരോപിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ. ഇവർ പറയും പോലെ ഈസാ നബി അലൈഹിസ്സലാമിനെ അവർ വധിച്ചിട്ടില്ല, അവർ ക്രൂശിച്ചിട്ടില്ല. വമാ ഖതലൂഹു വമാ സ്വലബൂ വലാകിൻ ശുബ്ബിഹ ലഹും, അവർ ഈസാ നബിയെ വധിച്ചിട്ടില്ല, അവർ ഈസാ നബിയെ ക്രൂശിച്ചിട്ടില്ല. എന്നിട്ടോ ബൽ ശുബ്ബിഹ ലഹും, ഈസാ നബി അലൈഹിസ്സലാമിനോട് രൂപസാദൃശ്യമുള്ള ഒരാളെയാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തത്. ഈ ആയത്തിൽ തന്നെ അള്ളാഹു ആണയിട്ട് ശക്തമായ ഭാഷയിൽ പറയുന്നു, വമാ ഖതലൂഹു യഖീനാ, ഉറപ്പായിട്ടും ഈസാ നബിയെ അവർ കൊന്നിട്ടില്ല. യഖീന, ഉറപ്പാൻ. പിന്നെയോ ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹു അവന്റെ സന്നിധിയിലേക്ക്, അല്ലാഹു അവനിലേക്ക് ഈസാ നബി അലൈഹിസ്സലാമിനെ ഉയർത്തിക്കൊണ്ടുപോയി. എന്നിട്ടിപ്പോ എവിടെയുള്ളത്, എങ്ങനെയുള്ളത്? ഈസാ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെ ജനനത്തിൽ തന്നെ ഒരുപാട് നിഗൂഢതകൾ, അസാധാരണ സംഭവങ്ങളുണ്ട്. ജനനം സാധാരണ ജനനമല്ലല്ലോ, അസാധാരണ ജനനമാണല്ലോ ഈസാ നബിയുടെ ജനനം. ഇതുപോലെ തന്നെ ഒരു അസാധാരണത്വം അവിടത്തെ തിരോധാനത്തിൽ, മരണം എന്ന് പറയാൻ പാടില്ല, അവിടത്തെ തിരോധാനത്തിലും ഒരു അസാധാരണത്വമുണ്ട്. അതാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. അള്ളാഹുവിങ്കൽ ഈസാ നബി അലൈഹിസ്സലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഈസാ നബി നമ്മുടെ ആളാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ തത്വോപദേശങ്ങൾ, അവിടത്തെ വഅളുകൾ, പ്രഭാഷണങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുന്നത്, അത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നത് ഖുർആനിന്റെ വക്താക്കളാണ്. യഥാർത്ഥത്തിൽ ഇക്കാലത്തെ ക്രൈസ്തവ ലോകം ഈസാ നബി അലൈഹിസ്സലാമിന്റെ ബദ്ധവൈരികളും ശത്രുക്കളുമാണെന്ന വസ്തുത നമ്മളൊക്കെ തിരിച്ചറിയണം. എന്തേ കാരണം? യേശുവിന്റെ കാലശേഷം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം വന്ന ജൂത തീവ്രവാദിയായിരുന്ന ശൗൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പൗലോസിന്റെ അഭിപ്രായങ്ങളാണ് ക്രൈസ്തവരുടെ പുരാണം, ക്രൈസ്തവരുടെ വേദം, അവരുടെ വേദവാക്യങ്ങൾ ഈ പറയുന്ന പൗലോസിന്റെ അഭിപ്രായങ്ങളാണ്. ഈ പൗലോസ് എന്ന് പറയുന്ന ആൾ ആരാണ് അയാൾ? ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കുന്ന ആളുകളെ വളരെ ക്രൂരമായി പീഡിപ്പിച്ച, അക്കാലത്തെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളിൽ ചിലരെ ക്രൂരമായി കൊന്നുകളഞ്ഞ ഒരു ജൂത തീവ്രവാദി.
അങ്ങനെ യേശു ശിഷ്യന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടി ഡമസ്കസിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ വഴിമധ്യേ യേശു ക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ദൈവിക വെളിപ്പാട് എനിക്ക് കിട്ടി എന്ന് പൗലോസ് ലോകത്തോട് പറഞ്ഞു. ഇയാൾ ഡമസ്കസിലേക്ക് എന്തിനാ പോകുന്നത്? യേശു ശിഷ്യന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടിയാ പോകുന്നത്. വഴിമധ്യേ വെച്ച് ഇയാൾ ജൽപ്പിക്കുകയാണ് പിറകെ. വഴിമധ്യത്തിൽ വെച്ച് ക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് എന്നോട് പലതും പറഞ്ഞു. അങ്ങനെ ദൈവിക വെളിപ്പാട് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ നേതാവായി മനുഷ്യൻ. മാത്രല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പഠിക്കേണ്ട വിഷയമാണ്. മൂസാ നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു പഠിപ്പിച്ച നിയമം, അതാണല്ലോ തൗറാത്ത്. പഴയ നിയമം എന്ന ബൈബിൾ നാമത്തിൽ അറിയപ്പെടുന്ന തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു അറിയിച്ചു തന്ന പഠിപ്പിച്ച നിയമം, ന്യായപ്രമാണം യേശുവിലൂടെ നീങ്ങിപ്പോയി എന്ന് ലോകത്ത് ആദ്യമായി വാദിച്ചത് ഈ പൗലോസ് എന്ന മനുഷ്യനാണ്. എന്ത്? മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ തൗറാത്ത് യേശു വന്നതോടുകൂടെ പിന്നെ കാലഹരണപ്പെട്ടു, ദുർബലമായി, അത് നീങ്ങിപ്പോയി എന്ന് ലോകത്താദ്യമായി വാദിച്ചത് പൗലോസാണ്. ഈസാ നബി ഒരിക്കലും പറഞ്ഞില്ല മൂസാ നബി അലൈഹിസ്സലാമിന്റെ നിയമം പോയി എന്ന്. ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞതിന് വസ്തുനിഷ്ഠമായ ചരിത്രത്തിന്റെ പിൻബലമുള്ള തെളിവ് ഇതുവരെ ആരും തന്നെ നിരത്തിയിട്ടില്ല. ചുരുക്കത്തിൽ ഒരു ജൂത തീവ്രവാദിയുടെ ജൽപ്പനങ്ങളാണ് ക്രൈസ്തവരുടെ വേദവാക്യം. പുതിയ നിയമ പുസ്തകങ്ങളിലെ 27 എണ്ണത്തിൽ, പുതിയ നിയമ പുസ്തകങ്ങൾ 27 ആ 27-ൽ 16 പൗലോസുമായി ബന്ധപ്പെട്ടതാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇഞ്ചീലിന്റെ ഭാഗമല്ല. ഇടക്ക് കയറി വന്ന ഈ ജൂത തീവ്രവാദി തോന്നിയത് എഴുതി വെച്ചതാണ്. ഇന്നത് പ്രമാണമായി ക്രൈസ്തവർ കൊണ്ടു നടക്കുന്നു. ഇത്തരത്തിലുള്ള ദൈവീക നിയമത്തിലുള്ള കൈക്കടത്തലുകൾക്കെതിരെ മുസ്ലിമീങ്ങൾ ശബ്ദിക്കുമ്പോ അള്ളാഹുവിന്റെ നിയമങ്ങൾ മൂസാ നബിക്കും ഈസാ നബിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വേദങ്ങൾ, ആ വേദങ്ങളിൽ കൈക്കടത്തിയപ്പോ ഖുർആനിന്റെ അഹ്ലുകാരായ മുസ്ലിമീങ്ങൾ അതിനെ താത്വികമായി നേരിട്ടു. ഇന്ത്യ രാജ്യത്ത് അതിന് നമുക്ക് നിയമാംഗീകാരമുണ്ട്. നമുക്കത് ചോദ്യം ചെയ്യുന്നത് കൊണ്ട് വിരോധമല്ല. താത്വികമായി നമുക്ക് ചോദിക്കാം. ഇങ്ങനെ നമ്മൾ ചോദ്യം ചെയ്തപ്പോ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അവർക്ക് മറുപടി പറയാൻ പറ്റിയില്ല. പിടിച്ചു നിൽക്കാനോ മറുപടി തരാനോ പറ്റാതിരിക്കുമ്പോഴാണ് ചില ജോസഫുമാർക്ക് കുരുപൊട്ടുന്നത്. കണ്ടില്ലേ, കഴിഞ്ഞ ആഴ്ച തൊടുപുഴയിൽ നിങ്ങൾ കേട്ടില്ലേ അല്ലേ? നമ്മൾ ഖുർആനിന്റെ അധ്യാപനങ്ങൾ പറയും, അള്ളാഹുവിന്റെ ഹഖ് സത്യം ലോകത്തോട് വിളിച്ചു പറയും. ലോകത്തെ കൂടുതൽ മെമ്പർമാരുള്ള വലിയ മതമാണല്ലോ ക്രിസ്തു മതം. യേശു ക്രിസ്തുവുമായി, അതേ ഈസാ നബി അലൈഹിസ്സലാമുമായി യാതൊരു ബന്ധവും ഇന്ന് ആ മതത്തിനില്ല. അവിടത്തെ അധ്യാപനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ആ പ്രവാചകന്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമായി പ്രചരണം നടത്തുന്ന, അത് പ്രയോഗവൽക്കരിക്കുന്ന വർഗമാണത്. ഇതിനെ ചോദ്യം ചെയ്യുമ്പോ പ്രവാചകർക്കെതിരെ, മുഹമ്മദ് നബിക്കെതിരെ അവർ നായാപ്രയോഗം നടത്തുകയാണ് അല്ലെ? ഇത് നമ്മളങ്ങനെ മാന്തി നോക്കുകയാണ്. ഈ മാന്തല് കൊണ്ടിട്ട് നമ്മൾ ആരും ചൊറി ഇളകിയിട്ട് അതേ ശൈലിയിൽ അതേ പ്രയോഗം അങ്ങോട്ട് നടത്തണ്ട. കാരണം എന്താ അറിയോ? അവർക്ക് നമ്മോട് പറയാനുള്ളത് തെറിയാണ്, വേറൊന്നും പറയാനില്ല. അതല്ലേ ഈ കണ്ടത്? അവർക്ക് നമ്മോട് പറയാനുള്ളത് തെറി, പച്ചത്തെറി. ചില ക്രൈസ്തവ തീവ്രവാദികളെ എഴുതിക്കൂട്ടിയ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ ന്യായമായ വിമർശനമുണ്ടെങ്കിൽ നമുക്ക് മറുപടി പറയാം. വെറും പച്ചത്തെറി. നമുക്കവരോട് പറയാനുള്ളത് തെറിയല്ല, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളാണ്, പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വസ്തുത നമ്മൾ അറിഞ്ഞേ മതിയാകൂ. അങ്ങനെ പ്രവാചകർക്കെതിരെ മോശപ്പെട്ട പ്രയോഗം നടത്തിയ അധ്യാപകൻ പിടിക്കപ്പെട്ടു എന്നാണ് ഇന്നത്തെ പത്രത്തിൽ കണ്ടത്. നമുക്കെന്താ പറയാനുള്ളത്? മതനിന്ദയും പ്രവാചക നിന്നയൊക്കെ പോട്ടെ. കാരണം ലോകത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പലരും പലതും പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. പ്രവാചക നിന്നയും മതനിന്ദയൊക്കെ നമുക്കാണ് മാറ്റിവെക്കുക. പക്ഷെ ഈ അധ്യാപകൻ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. എന്തുകൊണ്ട്? നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ മക്കൾ, നാളത്തെ ഭാവി നിയന്ത്രിക്കേണ്ട നമ്മുടെ ചെറുപ്പക്കാരായ ഇവിടത്തെ വിദ്യാർത്ഥികൾ
ഈ വിദ്യാർത്ഥികൾക്ക് തെറി പഠിപ്പിക്കാൻ വേണ്ടിയാണോ പൊതുഖജനാവിൽ നിന്ന് ഇവർ ശമ്പളം പറ്റുന്നത്? ആണോ? ഈ കുട്ടികളെ ഈ നായാപ്രയോഗം, പട്ടി പ്രയോഗം പഠിപ്പിക്കാനാണോ അവർ പൊതു ഫണ്ടിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്നത്? മിനിമം അതെങ്കിലും ആലോചിക്കണ്ടേ? അതുകൊണ്ട് തന്നെ ആ അധ്യാപകൻ ആരായാലും എന്തായാലും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. ഇത് മുസ്ലിമീങ്ങളുടെ ആവശ്യം തന്നെ. ഞാൻ ഈ വിഷയത്തിലൂടെ മുന്നോട്ട് പോവല്ല, ഇതൊരു വലിയ സബ്ജക്റ്റാണ്. ഈസാ നബി അലൈഹിസ്സലാം മരിച്ചുവോ? നമുക്ക് പരിശോധിക്കണം. ഖുർആൻ ആ പ്രവാചകനെ കുറിച്ച് എമ്പാടും പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകരുടെ മാതാവിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്, ചരിത്രം വിശദമാക്കിയിട്ടുണ്ട്. അവിടത്തെ നാമത്തിൽ ഒരു അധ്യായം തന്നെ സൂറത്ത് മറിയമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വിഷയകമായി കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് തന്നെ. ഏതായാലും മുൻകാല പ്രവാചകന്മാരെല്ലാം തന്നെ ഈ അരുതാത്ത മേഖലയിലേക്കുള്ള നോട്ടം നിയന്ത്രിക്കാൻ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അന്നലറത്തു സഹുമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. വിശ്വാസികളെ, നിങ്ങൾ ആ നോക്കിപ്പോകുന്ന നോട്ടം, വ്യഭിചാരത്തിലേക്ക് പ്രേരണ നൽകുന്ന നോട്ടം, സഹുമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ, പിശാചിന്റെ വിഷത്താൽ ഊട്ടപ്പെട്ട ഒരു കൂരമ്പാകുന്നു ആ നോട്ടം. പിശാചിന്റെ അമ്പ്, ആ അമ്പിൽ വിഷമുണ്ട്. ആ അമ്പാണ് നോട്ടത്തിലൂടെ അവൻ നിങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നത്. നിങ്ങൾ നോക്കുന്നു, പിശാച് നിങ്ങളുടെ നേരെ ആ അമ്പ് വിടുന്നു. ആ അമ്പ് നിങ്ങളിൽ പതിച്ചാൽ വിഷം കലർത്തിയ അമ്പാണത്. അത് നിങ്ങളുടെ സർവനാശത്തിന് കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പറയാ മാത്രല്ല, ഫമൻ തറകഹാ ഖൗഫൻ മിനല്ലാഹ്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആരെങ്കിലും ആ നോട്ടം ഉപേക്ഷിച്ചാൽ, പടച്ചോനെ എന്റെ മനസ്സെന്നോട് നോക്കാൻ പറയുന്നുണ്ടെങ്കിലും, എനിക്ക് നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും, റബ്ബേ നിന്നെ ഭയന്നുകൊണ്ട് ഞാൻ ഈ നോട്ടം മാറ്റുന്നു എന്ന നിയ്യത്തോടുകൂടെ, ഫമൻ തറകഹാ ഖൗഫൻ മിനല്ലാഹ്, അള്ളാഹുവിനെ ഭയന്ന് ആരെങ്കിലും നോട്ടം ഉപേക്ഷിച്ചാൽ, നോട്ടം വർജിച്ചാൽ, സുന്ദരികളായ അന്യകളായ സ്ത്രീകളിലേക്കുള്ള ദർശനം ഒരാൾ ഉപേക്ഷിച്ചാൽ, എന്തുകൊണ്ട് നാട്ടുകാർ കാണുമല്ലോ, എന്റെ സ്ഥാനം പോകുമല്ലോ എന്ന് കരുതിയിട്ടല്ല, ഖൗഫൻ മിനല്ലാഹ്, പടച്ചോനെ പേടിച്ചിട്ട് ആരെങ്കിലും അത് വേണ്ടെന്ന് വെച്ചാൽ, അഅ്താഹുല്ലാഹു തആല ഈമാനൻ യജിദു ഹലാവതഹു ഫീ ഖൽബിഹി, ആ നോട്ടം ഉപേക്ഷിച്ച വിശ്വാസിക്ക് അള്ളാഹു നൽകും. എന്ത്? ഈമാൻ നൽകും. എങ്ങനത്തെ ഈമാൻ? സാധാരണ ഈമാനല്ല. ഈമാൻ പല റേഞ്ചിലുള്ള ഈമാൻ ഉണ്ട്. യജിദു ഹലാവതഹു ഫീ ഖൽബിഹി, ഈമാനിന്റെ മാധുര്യം അവന്റെ ഹൃദയത്തിൽ അനുഭവിക്കാം. ഹൃദയത്തിൽ ഈമാനിന്റെ ടേസ്റ്റ് കിട്ടുന്ന, അഭിരുചി കിട്ടുന്ന, ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈമാൻ അത്തരത്തിലുള്ള വിശ്വാസികൾക്ക് അള്ളാഹു നൽകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. എന്ത് മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ നമ്മോട് യുദ്ധം ചെയ്ത് നമ്മുടെ മനസ്സിന്റെ നിർദ്ദേശത്തിനെതിരായി പ്രവർത്തിച്ചിട്ട് ആ നോട്ടം വേണ്ടെന്ന് വെച്ച് ദൃഷ്ടി താഴ്ത്തി താഴേക്ക് നോക്കി നടന്നാൽ അള്ളാഹ് നമുക്ക് തരുന്നത് ഈമാനാണ്. ആ ഈമാനിന്റെ ടേസ്റ്റ്, ഈമാനിന്റെ മാധുര്യം, അതിന്റെ അനുഭൂതി ഇവിടെ വെച്ച് തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ഈമാനിന് അനുഭൂതി ഉണ്ടോ? നമ്മുടെ ഈമാനിന് ടേസ്റ്റ് ഉണ്ടോ? നമ്മുടെ ഈമാൻ കൊണ്ട് നമുക്ക് ആനന്ദം കിട്ടുന്നുണ്ടോ? കിട്ടണം. അള്ളാഹുവിനെ റബ്ബായി സ്വീകരിച്ച, മുഹമ്മദ് നബിയെ പ്രവാചകനായി അംഗീകരിച്ച ആളുകൾക്ക് ഈമാനിന്റെ രുചി കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈമാനിന്റെ ടേസ്റ്റ് കിട്ടുന്നു. നമുക്ക് ഈമാൻ കൊണ്ട് ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഈമാനിന്റെ ടേസ്റ്റ് കിട്ടിയ ആളുകൾ, ഈമാനിന്റെ ആനന്ദം കിട്ടിയ ആളുകൾ, അവർക്ക് ഈ ലോകത്തും പരലോകത്തും ജീവിതം സന്തോഷകരമാകും. എന്തൊക്കെ ആപൽഘട്ടങ്ങളും പ്രതിസന്ധികൾ വന്നാലും
ഈമാനിന്റെ അഭിരുചി അനുഭവിക്കുന്ന വിശ്വാസിയാണെങ്കിൽ അവനൊന്നിലും പതറുകയില്ല, തകരുകയില്ല. അവൻ ആനന്ദത്തോടുകൂടെ, ആഹ്ലാദത്തോടുകൂടെ ഇരുലോകത്തും വിജയിക്കും. അപ്പൊ അതിനുള്ള മാർഗം എന്താണ്? നമ്മൾ അള്ളാന്റെ അടിമയാകുക, നാം അബ്ദുള്ളമാരാകുക, അള്ളാഹുവിന്റെ ദാസന്മാരാകുക, അള്ളാഹുവിന് വഴിപ്പെടുന്നവരാകുക. അബ്ദുള്ളമാർ, അള്ളാഹുവിന് വഴിപ്പെടുന്ന ആളുകൾ, അവരെ കാമം വിളിച്ചാൽ കാമം വിളിച്ചയിടത്തേക്ക് അബ്ദുള്ളമാർ പോവില്ല. പോകുന്നവരാണെങ്കിൽ അവർ അബ്ദുള്ളമാരല്ല. ഇവിടെ ഈ ലോകത്ത് രണ്ടു തരം അടിമകളാണ്. ഒന്ന് അബ്ദുള്ളമാര്, മറ്റൊന്നോ അബ്ദുൽ ഹവകൾ. സ്വന്തം മനസ്സിലെ വൃത്തികെട്ട സ്വഭാവങ്ങളുടെ അടിമ, അങ്ങനെ ഒരു ഗ്രൂപ്പ്. സ്വന്തം ദുസ്വഭാവങ്ങൾക്ക് വശംവദരാകുന്ന, കീഴ്പ്പെടുന്ന, സ്വന്തം മനസ്സിലെ ദുഷിച്ച വിചാര വികാരങ്ങളെ പൂജിക്കുന്ന, ആരാധിക്കുന്ന അബ്ദുൽ ഹവമാർ. ഇങ്ങനൊരു വർഗം. ഇവർ അമ്പലത്തിൽ പോയി പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്ന മുശ്രിക്കിനേക്കാൾ വലിയ മുശ്രിക്കാണ്. മനസ്സിലാകുന്നുണ്ടോ? വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മുശ്രിക്കുകളിലേറെ വലിയ മുശ്രിക്കുകളാണ് ഇവർ. ഏത് മുശ്രിക്കുകൾ? കാമത്തിന് സുജൂദ് ചെയ്യുന്ന. കാമത്തിന് സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കാമവികാരം വിളിച്ചയിടത്തേക്ക്, തനിക്ക് അർഹതയില്ലാത്ത, അവകാശപ്പെടാത്ത ഭാഗങ്ങളിലേക്ക് പോകുന്നവൻ കാമത്തിന് സുജൂദ് ചെയ്യുന്നവനാണ്. ദേശത്തിന് സുജൂദ് ചെയ്യുന്നവൻ. ഇവരെങ്ങനെ തിരിച്ചറിയാം? ഈ അബ്ദുൽ ഹവമാര് നിസ്കാരത്താഴ്മുണ്ടാവും, തൊപ്പിണ്ടാവും, പള്ളിയിലൊക്കെ വരും. ഇങ്ങനെയുള്ള അബ്ദുൽ ഹവമാരുണ്ട്. ഇവരെ തിരിച്ചറിയാൻ എന്താ മാർഗം? അബ്ദുല്ലാഹിൽ യാഫിഇ എന്ന ജ്ഞാനി പറഞ്ഞു, വഅബ്ദുൽ ഹവായം താസു മിൻ അബ്ദി റബ്ബിഹി ലദാ ശഹ്വത്തിൻ ഔ ഇൻദ സ്വദ്മിൽ ബരിയതി. അബ്ദുള്ളമാരെയും അബ്ദുൽ ഹവമാരെയും തിരിച്ചറിയാനുള്ള മാർഗം, രണ്ട് സമയങ്ങളിൽ അവർ ഏത് സമീപനം സ്വീകരിക്കുന്നു എന്ന് നോക്കി തീരുമാനിക്കാം. ആരാ അബ്ദുള്ളമാര്, ആരാ അബ്ദുൽ ഹവമാർ? ഇത് തിരിച്ചറിയാൻ രണ്ട് ഘട്ടം. ഏതൊക്കെയാ? വഅബ്ദുൽ ഹവായം താസു മിൻ അബ്ദി റബ്ബിഹി ലദാ ശഹ്വത്തിൻ ഔ ഇൻദ സ്വദ്മിൽ ബരിയതി. അബ്ദുൽ ഹവ റബ്ബിന്റെ അബ്ദിൽ നിന്ന് വേർതിരിയും. എപ്പോ? ലദാ ശഹ്വത്തിൻ, ഭോഗേച്ഛ തലപൊക്കുമ്പോ, വൈകാരികമായ ഉദ്ദീപനമുണ്ടാകുമ്പോ, കാമവികാരം ശക്തിപ്പെടുമ്പോ, അള്ളാഹുവിന്റെ അടിമ കണ്ണ് താഴ്ത്തി വെച്ചുകൊണ്ട് തനിക്കല്ലാഹു വിലക്കിയ മാർഗം വേണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് അവൻ നന്മയിലൂടെ നടന്നു നീങ്ങും. അബ്ദുൽ ഹവയോ ലൈംഗികമായി വ്യഭിചരിക്കണ്ട, എന്നാലും ഒന്ന് നോക്കിയാൽ എന്താ, ഒന്ന് സംസാരിച്ചാൽ എന്താ, വലിയ കുറ്റമല്ലാത്ത തരത്തിലുള്ള ആസ്വാദനങ്ങളായിക്കൂടെ എന്ന് ചിന്തിച്ചിട്ട് അരുതാത്ത മാർഗങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നവൻ അബ്ദുൽ ഹവയാണ്. ഒന്ന് ഭോഗേച്ഛ ശക്തിപ്പെടുന്ന സമയത്ത്, മറ്റൊന്ന് ലദാ ശഹ്വത്തിൻ ഔ ഇൻദ സ്വദ്മിൽ ബരിയത്തി, ദേഷ്യം പിടിക്കുന്ന നേരത്ത്. അല്ലേ? എത്ര നല്ല ആൾക്കാരാണെങ്കിലും ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. അല്ലെ? നിസ്കാരം നോമ്പൊക്കെ ഉണ്ടാവും, നല്ല ദാനശീലം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ആള് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല. കോപം ആളിക്കത്തുമ്പോൾ പിന്നെ നിയന്ത്രണം കിട്ടൂല. അത്തരം വേളകളിൽ അബ്ദുള്ളമാർ, അള്ളാഹുവിന്റെ അടിമകൾ, അവർ ക്ഷമ അവലംബിക്കും, അവർ പിടിച്ചു നിൽക്കും. വൽ കാളിമീനൽ ഗൈള, കോപത്തെ കടിച്ചു പിടിക്കുന്നവർ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ പിടിച്ചു നിൽക്കും. അബ്ദുൽ ഹവയാണെങ്കിലോ ദേശത്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് അങ്ങോട്ട് തെറി പറയും, കയ്യാങ്കളി, കാലുകൊണ്ട് കളി, അങ്ങനെ പല അനാവശ്യങ്ങളും അവൻ പ്രവർത്തിച്ചു പോകും. അവ പറഞ്ഞു വന്നതെന്താ? അബ്ദുള്ളമാരുടെ സ്വഭാവം എന്താ? അള്ളാഹുവിന്റെ ദാസന്മാരുടെ സ്വഭാവം, അവരൊരിക്കലും കാമം വിളിച്ചയിടത്തേക്ക് പോകൂല. അവർ അനുവദിക്കപ്പെടുന്ന മേഖലകളിൽ ചെന്നാൽ, ആര്? യഥാർത്ഥ അള്ളാഹുവിന്റെ അടിമകൾ
അവർക്ക് അനുവദിക്കപ്പെട്ട ഭാര്യമാരുടെ അടുക്കൽ അവരെത്തുമ്പോ അവർ വിളിക്കും കാമത്തെ. അപ്പൊ കാമം വഴിപ്പെട്ട് ഇവന്റെ മുന്നിൽ വരും. അപ്പൊ ഇവന്റെ അടിമയാകും കാമം. എങ്ങനെയാവൂല? കാമത്തിന്റെ അടിമ ഇവനാവില്ല. ഖുർആൻ എന്താ പറഞ്ഞത്? ഇത് വലിയ അപകടമുള്ള ഒരു സംഭവാ. സൂറത്ത് ജാസിയയുടെ 23-ാമത്തെ ആയത്തിൽ എന്താ അല്ലാഹു പറഞ്ഞത്? അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാ വഅലല്ലഹു അല്ലാഹു അലാ ഇൽം വഖതമ അലാ സംഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി ഗിശാവ ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ് അഫലാ തദക്കറൂൻ. അല്ലാഹു ചോദിക്കാണ്, അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാഹു, നബിയെ, കാമത്തിന് സുജൂദ് ചെയ്യുന്ന, ദേഷ്യത്തിന് സുജൂദ് ചെയ്യുന്ന, ആർത്തിക്ക് കീഴ്പ്പെടുന്ന വർഗത്തെ അങ്ങ് കണ്ടിട്ടില്ലേ? അവരെ കുറിച്ച് അങ്ങ് ആലോചിക്കുന്നില്ലേ നബിയെ? അവർ ഇവിടത്തെ ലാത്തയെ പൂജിക്കുന്ന, മനാത്തയെ പൂജിക്കുന്ന, കഅബ മന്ദിരത്തിലും അല്ലാത്ത ഭാഗങ്ങളിലും ശിർക്കിന്റെ രൂപങ്ങൾ കെട്ടിപ്പണിതുണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ആളുകളെക്കാൾ വലിയ അപകടകാരികളാണ്, നാശം പിടിച്ചവരാണ്. ഇങ്ങനൊരു പ്രയോഗം പ്രത്യക്ഷ മുശ്രിക്കുകളുടെ കാര്യത്തിൽ അല്ലാഹ് നടത്തിയിട്ടില്ല. നബിനെ വിളിച്ചിട്ട് പറയാം, അഫറ ഐത്ത, അങ്ങ് ആലോചിച്ച് നോക്കിയിട്ടില്ലേ? ഒരു വർഗത്തെ കുറിച്ച് അങ്ങ് കണ്ടിട്ടില്ലേ? ആരത്? മനിത്തഖദ ഇലാഹു ഹവാഹു, സ്വന്തം മനസ്സിലുള്ള ദുഷിച്ച വികാരങ്ങൾക്ക് കീഴ്പ്പെടുന്ന, അതിനെ പിന്തുടരുന്ന ആളുകൾ, അതിനെ പിൻപറ്റുന്ന ആളുകൾ. വഅലല്ലഹു അല്ലാഹു അലാ ഇൽം, അല്ലാഹു അറിഞ്ഞുകൊണ്ട് ഈ വർഗത്തെ പിഴപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം, ഈ വർഗത്തെ അല്ലാഹു അറിവോടുകൂടെ പിഴപ്പിച്ചിരിക്കുന്നു. വഖതമ അലാ സംഇഹി വഖൽബിഹി, അവരുടെ കേൾവി ശക്തിയിലും ഹൃദയത്തിലും അല്ലാഹു മുദ്ര വെച്ചിരിക്കുന്നു, സീൽ ചെയ്തിരിക്കുന്നു. വജഅല അലാ ബസരിഹി ഗിശാവ, അവരുടെ കണ്ണുകൾക്ക് അല്ലാഹു അടപ്പിട്ടിരിക്കുന്നു, മൂടിയിട്ടിരിക്കുന്നു. കണ്ണുകൾക്ക് മൂടി വെച്ചിരിക്കുന്നു, ഹൃദയത്തിലും കേൾവി ശക്തിക്കും മുദ്ര വെച്ചിരിക്കുന്നു, സീൽ ചെയ്തിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ്, അല്ലാഹുവിന് ശേഷം ഈ വർഗത്തിനെ ഹിദായത്താക്കുന്നവർ ആരുണ്ട്? അല്ലാഹയല്ലാതെ മറ്റാർക്ക് ഇവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ പറ്റും? അഫലാ തദക്കറൂൻ, നിങ്ങൾ എന്തേ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളാത്തത്? അല്ലാഹു ചോദിക്കാണ്, അഫലാ തദക്കറൂൻ, നിങ്ങൾ എന്തേ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളാത്തത്? എന്താണ് ഇത്? നിസാര സംഭവ? അല്ലാഹ് പറഞ്ഞു, നീ നിന്റെ കണ്ണ് നിയന്ത്രിക്കണം, നിന്റെ കൈ നിയന്ത്രിക്കണം, നിന്റെ കാൽ നിയന്ത്രിക്കണം, നിന്റെ ഗുഹ്യഭാഗങ്ങൾ നീ സൂക്ഷിക്കണമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞപ്പോ അത് പറ്റില്ലെന്ന തീരുമാനത്തോടെ നിന്നിലുള്ള വികാരങ്ങൾക്ക് നീ കീഴ്പ്പെട്ടാൽ ഇവിടെ കാണുന്ന മുശ്രിക്കുകളിലേറെ അപകടകാരി നീയാകും. അല്ലാഹുവിങ്കൽ വെറുക്കപ്പെട്ടവർ അത്തരത്തിലുള്ള ആളുകളാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ അപകടമുള്ള സംഭവമാണ്. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? അല്ലാഹ് പിഴപ്പിച്ചു. അല്ലാഹു ചിലരുടെ കാതുകൾക്ക്, കൽബുകൾക്ക്, കണ്ണുകൾക്ക് സീല് വെച്ചു എന്ന് പറഞ്ഞു. ഖുർആനിൽ വേറെ സ്ഥലത്തും അങ്ങനെ കാണാം. ഇത് കേട്ടിട്ട് ഒരുപാട് പാവങ്ങളെ അല്ലാഹ് അങ്ങോട്ട് പിഴപ്പിച്ച് പടച്ചു വിട്ടേക്കാന്ന് പലരും മനസ്സിലാക്കി. പടച്ച തമ്പുരാൻ സീല് വെച്ചല്ലേ, പിന്നെ എങ്ങനെയാ അവര് നന്നാകുക? അല്ലാഹു വെറുതെ സീല് വെക്കൂല. എന്തേ ഇവരുടെ കൽബിന് അല്ലാഹു സീല് വെക്കാൻ കാരണം? എന്തേ ഇവരുടെ കണ്ണുകൾക്ക് മൂടി വെക്കാൻ കാരണം? എന്തേ ഇവരുടെ കേൾവികളിൽ മുദ്ര വെക്കാൻ കാരണം? ഇവരുടെ ദുശ്ചെയ്തികൾ തന്നെ, ഇവരുടെ ഇത്തിബാഉൻ നഫ്സ് തന്നെ, ഇവരുടെ ഹവൻ നഫ്സു തന്നെ, ഇവരുടെ വികാരം തന്നെ, ഇവരുടെ കോപം തന്നെ, ഇവരുടെ മനോവൃത്തികൾക്കനുസരിച്ച് ഇവർ ജീവിക്കുന്ന കാരണം തന്നെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുദ്ര വെച്ചതും അവരെ എന്നേക്കുമായി ഹിദായത്ത് തടയപ്പെട്ട അവസ്ഥയിലാക്കിയതും. ഇബാദുർ റഹ്മാൻ, സൂറത്തുൽ ഫുർഖാനിൽ കാണാം, ഇബാദുർ റഹ്മാൻ, റഹ്മാനായ കരുണയുള്ള റബ്ബിന്റെ അടിമകൾ ഒരു ഗ്രൂപ്പുണ്ട് ഭൂമിയിൽ. ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്.
എന്താണ് ആ പ്രയോഗം? ഇബാദുല്ല എന്നല്ല, ഇബാദുർ റഹ്മാൻ. എന്താ അതിനർത്ഥം? കരുണാമയനായ റബ്ബിന്റെ അടിമകൾ. കരുണയുള്ള യജമാനന്റെ അടിമകൾക്ക് കരുണ കിട്ടിക്കൊണ്ടേയിരിക്കും. ആരാണ് ഇബാദുർ റഹ്മാൻ? ഇബാദുർ റഹ്മാൻ അവർ സ്വർഗത്തിന്റെ അനന്തരാവകാശികളാണ്. അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ചവരാണ്. അവർക്ക് വേണ്ടി വാനലോകത്തുള്ള മാലാഖമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ ഭൂമിയിലുള്ള മണൽത്തരികൾ തൊട്ട് സസ്യലോകം തൊട്ട് ജീവജാലം തൊട്ട് ധാതുലോകം വരെ ഇബാദുർ റഹ്മാന്റെ സാന്നിധ്യത്തിൽ പുളകം കൊള്ളുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. റഹ്മാനായ റബ്ബിന്റെ ചില ദാസന്മാർ, റഹ്മാന്റെ ചില അടിമകൾ. ആരാണവർ? അവരുടെ യോഗ്യത, അവരുടെ സ്വഭാവം, അവർക്കുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ ഖുർആൻ വിവരിച്ചു തന്നിട്ടുണ്ട്. കുറേ സ്വഭാവം, ഇബാദുർ റഹ്മാന്റെ സ്വഭാവം. അതിന് പ്രധാനമായ ഭാഗത്ത് തന്നെ കാണാം, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിനൊപ്പം അവർ വിളിക്കില്ല. ആരെ? ഇലാഹൻ ആഖറ, മറ്റൊരു ദൈവത്തെ. അള്ളാഹിനൊപ്പം ആരും വിളിക്കൂല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനോട് കൂടെ ആരും വിളിക്കൂല. റഹ്മാനെ വിളിക്കാൻ പറ്റുമോ? പറ്റൂല, ശിർക്കാവൂലേ. ഉപ്പാനെ വിളിക്കാൻ പറ്റുമോ? പറ്റൂല, ശിർക്കാവൂലേ. ഒരാളെയും റബ്ബിനോട് കൂടെ വിളിക്കാത്തവർ എന്ന് വേറെ സ്ഥലത്ത് ആയത്തുണ്ട്. പക്ഷെ ഒരായത്ത് മറ്റൊരായത്തിന് വിശദീകരണമാണ്. ആയത്തുകൾക്ക് ഹദീസ് വിശദീകരണമാണ്. അത് ശരിക്കാണ് പഠിക്കണം. ഒരായത്ത് എവിടെയെങ്കിലും നോക്കി അതിന്റെ അർത്ഥം ഗ്രഹിച്ചാൽ പോരാ. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. ഇലാഹാണെന്ന സങ്കല്പത്തിൽ വിളിക്കരുത്. അങ്ങനെ വിളിക്കാത്തവരാണ് ഇവർ. ആര്? ഇബാദുർ റഹ്മാൻ. ദൈവമാണെന്ന സങ്കല്പനത്തിൽ, വിശ്വാസത്തിൽ, ദൈവമാണെന്ന വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിനൊപ്പം മറ്റൊന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കൂല, ദുആ ചെയ്യൂല, സഹായം തേടില്ല. സഹായം തേടാൻ പാടില്ല. ആ ദൈവമാണ് എന്ന ധാരണയാൽ അള്ളാഹു അല്ലാത്ത ഏതൊരു ശക്തിയുടെ മുന്നിലും സഹായം തേടാൻ പാടില്ല. പാടില്ല, ശിർക്കായി പോവും. എന്നാൽ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കി സഹായം തേടിക്കൂടെ? പറ്റും. എനിക്ക് നിങ്ങളോട് സഹായം തേടിക്കൂടെ? ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്നെ സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം എന്ന് പറയാം നിങ്ങളോട്. നിങ്ങൾക്ക് എന്നെ സഹായിക്കാം, അതിന് വിരോധമല്ല. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. ഇലാഹാണെന്ന വീക്ഷണത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിനൊപ്പം മറ്റൊന്നിനെ ആരാധിക്കാത്ത, മറ്റൊന്നിനെ വിളിക്കാത്ത വിഭാഗമാണ് ഇബാദുർ റഹ്മാൻ. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അകാരണമായി കൊലപാതകം നടത്താത്തവരാണ്, കൊല ചെയ്യാത്ത ആളുകളാണവർ. എന്നിട്ട് അല്ലാഹു പറയുന്നു ഇബാദുർ റഹ്മാൻ ആര്? വലാ യസ്നൂൻ. കണ്ണുകൊണ്ടും കയ്യുകൊണ്ടും കാലുകൊണ്ടും ലിംഗം കൊണ്ടും വ്യഭിചരിക്കാത്ത സംശുദ്ധരാണവർ. ഇബാദുർ റഹ്മാൻ ആരാ? സ്വർഗത്തിന്റെ അനന്തരാവകാശികൾ ആരാ? അള്ളാഹുവിന്റെ പൊരുത്തം നേടിയവരാരാ? ഈ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളും ആ മനുഷ്യന്റെ സാന്നിധ്യത്തിൽ സന്തോഷം കൊള്ളുന്നു, പുളകം കൊള്ളുന്നു. ആരാണവൻ? വലാ യസ്നൂൻ. അവരൊരിക്കലും വ്യഭിചരിക്കുകയില്ല. പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹ് എന്താ പറയുന്നത്? വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ. ആരെങ്കിലും ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്താൽ, ശിർക്ക് ചെയ്താൽ, കൊല നടത്തിയാൽ, വ്യഭിചരിച്ചാൽ, യൽഖ അസാമാ, ആ കുറ്റത്തിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. ആ കുറ്റത്തിന്റെ ശിക്ഷ കണ്ടുമുട്ടും, തീർച്ചയാണ്. യൽഖ അസാമ, അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുക തന്നെ ചെയ്യും. എന്നിട്ടോ തീർന്നില്ല. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ. അപ്പൊ ഖുർആൻ ആദ്യം പറയുന്നത് എന്താ അറിയോ? ഇത്തരത്തിലുള്ള കുറ്റം, കൊലപാതകം, അതുപോലെ തന്നെ ശിർക്ക്, അതുപോലെ തന്നെ വ്യഭിചാരം, ഇങ്ങനെയുള്ള കുറ്റം ചെയ്താൽ യൽഖ അസാമ,
അതിന്റെ പ്രത്യാഘാതം കണ്ടുമുട്ടേണ്ടി വരും. എവിടെ എവിടെ എവിടെയെന്നൊന്നും പറഞ്ഞില്ല. എന്നിട്ട് തൊട്ടു പിറകെ പറയാണ് യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ മരിച്ചെന്ന് കഴിഞ്ഞാൽ യുളാഅഫു ലഹുൽ അദാബ്, അവന്റെ അദാബ് ഇരട്ടി ഇരട്ടിയായി കനപ്പിക്കും. യുളാഅഫു ലഹുൽ അദാബ്, അവന്റെ അദാബിന് കാഠിന്യം കൂടും. അപ്പൊ ആദ്യം പറഞ്ഞത് എവിടെയാകാനാ സാധ്യത? യൽഖ അസാമ, അതിനുള്ള കുറ്റത്തിന്റെ പ്രത്യാഘാതം കാണേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞത് ഈ ലോകത്ത് വെച്ചാകാനും ഇടയുണ്ട്. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഈ കുറ്റത്തിനുള്ള ശിക്ഷ ഇരട്ടി ഇരട്ടിയായി അനുഭവിക്കേണ്ടി വരും അന്ത്യദിനത്തിൽ. മാത്രമല്ല വയഖ്ലുദ് ഫീഹി മുഹാന, ആ ശിക്ഷയിൽ നിന്ദ്യരായിക്കൊണ്ട് കാലാകാലവും കഴിയേണ്ടി വരുന്നതാകുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ശിക്ഷ താൽക്കാലികമായിരിക്കൂല. വ്യഭിചരിച്ച ആൾക്കുള്ള, കൊല നടത്തിയ ആൾക്കുള്ള ശിക്ഷ താൽക്കാലികമല്ല. വയഖ്ലുദ് ഫീഹി മുഹാന, നിന്ദ്യതയോടുകൂടെയുള്ള കഠിന ശിക്ഷ കാലാകാലവും അനുഭവിക്കേണ്ടി വരുമെന്ന് ഖുർആൻ. ഈ ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോ ഈമാൻ ഹൃദയത്തിലുള്ള വിശ്വാസികൾക്ക് ഫാൾട്ട് പറ്റിയ ആളുകളുണ്ടെങ്കിൽ, തെറ്റുപറ്റിപ്പോയ ആളുകൾ, അവർക്ക് ബേജാറുണ്ടാകും, പേടിണ്ടാകും. പടച്ചോനെ, ഇത്രയും കനത്ത ശിക്ഷ എന്റെ വികാരത്തിന് ഞാൻ വഴിപ്പെട്ടത് കൊണ്ട് ഞാൻ മുശിരിക്കായി, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് സ്ഥാനമില്ലാതായി പോയി. വാസ്തവത്തിൽ ഈമാന് പോലും തകർത്ത് കളയുന്ന കുറ്റകൃത്യമാണ് ഇതൊക്കെ. പടച്ചവനെ വയഖ്ലുദ് ഫീഹി മുഹാന, നിന്ദ്യമായ ശിക്ഷ കാലാകാലം കിട്ടുമെന്ന് ഖുർആൻ പറഞ്ഞല്ലോ എന്നോർത്തുകൊണ്ട് വ്യസനിക്കുന്ന, സങ്കടപ്പെടുന്ന മുഅ്മിനീങ്ങളുണ്ടെങ്കിൽ ആ മുഅ്മിനീങ്ങളുടെ മുമ്പാകെ അള്ളാഹു തുടർന്ന് പറയുന്നു ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറർ റഹീമാ. ജീവിതത്തിൽ അവിവേകം കാരണം, അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യം കാരണം, അല്ലെങ്കിൽ പിശാചിന്റെ വലയിൽ പെട്ടുപോയ കാരണം, വ്യഭിചാരത്തിൽ അകപ്പെട്ടുപോയ മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് യഥേഷ്ടം വ്യഭിചരിച്ചവരുണ്ടെങ്കിൽ, കാലുകൊണ്ട് അനാവശ്യ മാർഗങ്ങളിലേക്ക് നടന്ന് കാലുകൊണ്ട് വ്യഭിചരിച്ചവരുണ്ടെങ്കിൽ, കൈകൊണ്ട് അരുതാത്ത ഭാഗങ്ങൾ സ്പർശിച്ച് കൈകൊണ്ട് വ്യഭിചരിച്ചവരുണ്ടെങ്കിൽ, നിങ്ങൾ നിത്യനിരാശയിൽ അകപ്പെടണ്ട. അള്ളാഹു രക്ഷയുടെ വാതിൽ തുറന്നു തരുന്നു. ഒരിക്കലോ 2 തവണയോ പലതവണയോ നിങ്ങൾ അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്ദ്യമായ ശിക്ഷ നിങ്ങൾക്കുണ്ടാകും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി വാതിലിതാ തുറന്നു വെക്കുന്നു. ഇല്ലാ മൻ താബ, ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചവർ ഒഴികെ, വആമന, ഈമാന് ശരിയാക്കിയാൽ ഒഴികെ. മനസ്സിലാക്കണം, വ്യഭിചരിച്ചാൽ പോകുന്നത് കുറ്റുണ്ടായി ഒന്ന്, ഈമാനിൽ എന്ത് വന്നു? ളുഅഫ് വന്നു, ഈമാനിന് തകർച്ച പറ്റി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? ഇല്ലാ മൻ താബ, തൗബ ചെയ്യാ. വആമന, വിശ്വാസം ശരിപ്പെടുത്തുക. എന്നിട്ട് തുടർന്നുള്ള ജീവിതം വഅമില അമലൻ സാലിഹാ, സുകൃതങ്ങൾ കൊണ്ട് ധന്യമാക്കുക. പടച്ചോനെ പറ്റിപ്പോയി, പശ്ചാത്താപ മനസ്ഥിതി. എന്നിട്ട് ഈമാന് നന്നാക്കുക, പിന്നെ നന്മ ചെയ്യാ. ആ കുറ്റത്തിലേക്ക് പോകാതിരുന്നാൽ അള്ളാഹു പറയുന്നു ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. മനസ്സിലാക്കണം, നല്ലൊരു പാഠാണ് ഈ ഖുർആൻ പറയുന്നത് ഈ ഭാഗത്ത്. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. ഇങ്ങനെ ഒരാൾ ചെയ്താൽ, തൗബ ചെയ്തു, ഈമാന് നന്നാക്കി, പിന്നെ ആ കുറ്റത്തിലേക്ക് പോയില്ല, നന്മകൾ ചെയ്താൽ അങ്ങനെയുള്ള ആളുകൾക്ക് യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവരുടെ ആ വ്യഭിചാരം, അവരുടെ ആ കള്ളനോട്ടം, അവരുടെ അരുതാത്ത മാർഗങ്ങളിലേക്കുള്ള സഞ്ചാരം, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അതൊക്കെ അല്ലാഹു ഹസനത്താക്കും, നന്മയാക്കും. വ്യഭിചാരം അല്ലാഹു രേഖപ്പെടുത്തിയത് തിന്മയുടെ രേഖയിലാണ്.
അത് കനത്ത തിന്മയാണ്, വലിയ നാശമാണ്. ഒരാൾക്ക് തൗബയുണ്ടായി, ഈമാനുണ്ടായി, ആ സംഭവം നടന്നതിന് ശേഷം പിന്നെ തുടർന്ന് നന്നായി ജീവിച്ചാൽ അല്ലാഹു ആ വ്യഭിചാരത്തെ തിന്മയുടെ റിക്കാർഡിൽ നിന്ന് മാച്ചു കളയുക മാത്രമല്ല, എടുത്തു കളയുക മാത്രമല്ല, ആ വ്യഭിചാരത്തെ അല്ലാഹു നന്മയാക്കി രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 100 വട്ടാണ്ട് വ്യഭിചരിക്കുക, അതൊക്കെ നന്മയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ കൂടുതൽ വട്ടം ചെയ്ത ആൾക്കാർക്കൊക്കെ വലിയ സമാധാനം ഉണ്ടാവും. അങ്ങനെ സമാധാനിക്കാനായിട്ടില്ല, കുറച്ചുകൂടെ ഡിമാൻഡ് കൂടാൻ പറഞ്ഞിട്ടുണ്ട്, കേൾക്കണം. ഇങ്ങനെയുള്ള ആളുകളുടെ ഈ തിന്മയെ അല്ലാഹു ഹസനത്താക്കി രൂപം മറിക്കും, വ്യഭിചാരത്തെ നന്മയാക്കും. ഖുർആനാ പറയുന്നത് കേട്ടോ, ഹദീസ് ലഈഫാന്ന് പറയാ, ഖുർആനായത്ത് ലഈഫാക്കാൻ പറ്റുമോ? ഈ വ്യഭിചാരത്തെയും തിന്മയെയും അല്ലാഹു നന്മയാക്കി മാറ്റും. എന്തുകൊണ്ട്? ഇവൻ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് വേദനിക്കുന്ന മനസ്സോടുകൂടെ പാതിരാത്രികളിൽ ആരാരും കാണാതെ എണീറ്റ് നിന്ന് വുളൂ ചെയ്ത് തഹജ്ജുദ് നമസ്കരിച്ച് അല്ലാഹുവിന്റെ നേരെ കൈ ഉയർത്തി പൊട്ടിക്കരഞ്ഞ് വിതുമ്പിക്കരഞ്ഞു പറഞ്ഞു, പടച്ചവനെ എനിക്ക് പറ്റിപ്പോയി, നീ മാപ്പാക്കണം റബ്ബേ, ഈ പാവപ്പെട്ടവന്റെ തൗബ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി തൗബയുടെ നിബന്ധനകൾ പാലിച്ച് തൗബ ചെയ്താൽ ആ തൗബയോടുകൂടെ അത്തായിബു കമല്ലാദംബലഹു, ആ തിന്മകട്ടില്ലാണ്ടായി. അത് ചെയ്യാത്ത ആളെ പോലെ ആദ്യം നന്നായി ഒരു തവണ പശ്ചാത്തപിക്കുമ്പോ അത്തായിബു കമല്ലാദംബലഹു, തൗബ ചെയ്തവൻ, ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങിയവൻ കുറ്റം ചെയ്യാത്ത ആളെ പോലെ. അപ്പൊ അവിടെ ബ്ലാങ്കായി. എവിടെ? വ്യഭിചാരം അല്ലാഹു രേഖപ്പെടുത്തിയ ഭാഗത്ത് ബ്ലാങ്കായി, കാലി. പിന്നെ അവൻ നിർത്തൂല. അവൻ ഓരോ ദിവസങ്ങളിലും അവൻ അല്ലാഹുവിനോട് മരണം വരെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ കുറ്റം ഓർത്തിട്ട് പടച്ചവനോട് പറയൂ, റബ്ബേ അന്നൊരിക്കൽ പറ്റിപ്പോയി, അല്ലെങ്കിൽ പലപ്പോഴും എന്നിൽ നിന്ന് നിനക്കിഷ്ടപ്പെടാത്തത് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് കരയുമ്പോ നിലവിൽ ആ കുറ്റല്ലാതെ മാഞ്ഞു പോയിട്ടുണ്ട്. ആ കുറ്റത്തിന്റെ ഭാഗത്തൊക്കെ അല്ലാഹു ഹസനത്ത് അങ്ങനെ വെക്കും. അപ്പൊ ആ വ്യഭിചാരത്തിന്റെ ഭാഗത്ത് ഇവൻ തേങ്ങിക്കരഞ്ഞ എണ്ണമനുസരിച്ച്, ഇവൻ സങ്കടപ്പെട്ടതിന്റെ കണക്കനുസരിച്ച് അല്ലാഹു ആ ഭാഗത്ത് ഹസനത്ത് അങ്ങനെ ഏറ്റി വെക്കും. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. അതുകൊണ്ട് ധാരാളം തവണ വ്യഭിചരിച്ച ആളുകളുണ്ടെങ്കിൽ സന്തോഷിക്കാൻ വകല്ല. അവരെത്ര സുഖിച്ചോ, എത്ര അവർക്ക് സന്തോഷം കിട്ടിയോ, അതിന്റെ 1000 ഇരട്ടി അവർ ദുഃഖിക്കുകയും കണ്ണുനീരൊഴിക്കുകയും കരയുകയും വേണം. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ പഠിച്ചോനെ അതന്ന് വേണ്ടില്ലേന്നു. കാരണം അതിന്റെ 100 മടങ്ങ് 1000 മടങ്ങ് ദുഃഖിക്കണം എന്നപ്പ ഈ പറയുന്നത്. അങ്ങനെ ദുഃഖിച്ച് മനം നൊന്താലാണ് ഈ തിന്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയാക്കി രേഖപ്പെടുത്തുക. അല്ലാഹു പുറത്തു തരും, അല്ലാഹു കരുണ കാണിക്കും. അതുകൊണ്ട് പറ്റിപ്പോയ ആളുകൾ നിത്യനിരാശയിൽ അകപ്പെടണ്ട. ഈ ആയത്തൊക്കെ പഠിച്ച നമ്മുടെ മുൻഗാമികൾ എന്തൊക്കെ ചിന്തിച്ചു അറിയോ? നമ്മളെ മാതിരിയല്ലല്ലോ. നമ്മളൊക്കെ ഇപ്പൊ ഈ ലോക ജീവിതത്തിൽ സന്തുഷ്ടരാണ്, ഇതിൽ സമാധാനം സിദ്ധിച്ചവരാണ്. സ്വഹാബത്ത് അങ്ങനെയായിരുന്നില്ല, താബിഉകൾ അങ്ങനെയായിരുന്നില്ല, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെയായിരുന്നില്ല. അവരെന്താ ചിന്തിച്ചത്? ഈ കാമവികാരത്തെ പാടെ ഒന്ന് അങ്ങ് കൊന്നുകളഞ്ഞാലോ, ഈ കാമവികാരത്തെ കൊന്നുകളഞ്ഞാലോ. സഹാബികൾ ഒരിക്കൽ നബിയുടെ മുന്നിൽ ചെന്നിട്ട് അനുവാദം ചോദിച്ചല്ലോ ഷണ്ഡീകരണം നടത്താൻ. ബുഖാരിയിലുണ്ട് ഹദീസ്. എന്ത്? കന്നുകാലികളെ മനുഷ്യൻ ചെയ്യാറുള്ള ഏർപ്പാട് വൃഷ്ണമണികൾ ഉടച്ചുകൊണ്ട് വികാരം ശമിപ്പിക്കുക, അതാണ് ഷണ്ഡീകരണം. ബുഖാരിയിലുണ്ട് ഹദീസ്. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു സഹാബി പറയാണ്, കുന്നാ നുജാഹിദു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയോടൊപ്പം ധർമ്മസമരത്തിൽ ഏർപ്പെട്ടു. ഞങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ലോകത്ത് ഉയർത്തി കാണിക്കുക, അതിനെതിരെ വരുന്ന തടസ്സങ്ങൾ നീക്കുക. നബിയോടൊപ്പം ധർമ്മസമരത്തിൽ വ്യാപൃതരായ ഞങ്ങൾ, ലൈസ മഅനാ നിസാ, ഞങ്ങൾക്കന്ന് ഭാര്യമാരില്ലാതെ ജിഹാദിൽ ഞങ്ങൾ നബിയോടുകൂടെ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് ഈ സോക്കേട് ഇങ്ങനെ കൂടി. ഏത് സോക്കേട്? ഈ ഭോഗേച്ഛങ്ങനെ കൂടിയിട്ട് പലപ്പോഴും കൺട്രോള് പോയപ്പോ ഫഖുല്ലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ നബിയുടെ മുന്നിൽ ചെന്ന് ചോദിച്ചു,
അലാ നസ്തഖ്സി യാ റസൂലല്ലാഹ്, അലാ നസ്തഖ്സി, ഞങ്ങൾ